പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കൊടിയിലെ മാണിക്യപ്പൈങ്കിളി മാനം പറക്കുന്ന വാനം പാടി സ്നേഹിച്ചു, ഒരു വാനം പാടി സ്നേഹിച്ചു. നമസ്കാരം, ഗാനം ഗാനാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യം പാടിയതുപോലെ ഒരു വാനം പാടിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. നമസ്കാരം ശോഭ ചേച്ചി. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമാണല്ലോ അല്ലേ? സുഖം. ചേച്ചി ഇവിടുത്തെ UAE ഒരു അറിയപ്പെടുന്ന ഗായികയാണെന്ന് എനിക്കറിയാം, അതുപോലെ പ്രേക്ഷകർക്കും അറിയാമായിരിക്കും. ചേച്ചിയുടെ പാട്ടുകൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഭയങ്കര രസമുള്ള പാട്ടുകളാണ് ചേച്ചി പാടുന്നത്. ചേച്ചി മ്യൂസിക് കൊടുക്കാറുണ്ട്, പാടാറുണ്ട്, എല്ലാം സ്വന്തമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ചേച്ചി മ്യൂസിക് കൊടുത്ത ഒരു പാട്ട് തന്നെ നമുക്ക് ഞാൻ എഴുതി മ്യൂസിക് ചെയ്ത ഒരു പാട്ടിട്ട്. ഓക്കെ, അതുകൊണ്ട് എഴുതി മ്യൂസിക് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും അത് ഡിവോഷൻ സോങ്. ഓക്കെ ചേച്ചി പാടി. എൻ്റെ അനുപല്ലവി തൊട്ട്. ഓക്കെ. ലോകമോഹങ്ങൾ തികയാത്ത വേദനയാൽ ഏകനാഥന്റെ മൊഴി ഞാൻ കേട്ടില്ല. ലോകമോഹങ്ങൾ തികയാത്ത വേദനയാൽ ഏകനാഥന്റെ മൊഴി ഞാൻ കേട്ടില്ല. സ്നേഹമേ ചൊരിയണമേ, ആത്മം ചൊരിയണമേ. ക്രൂശിതാ യേശുവേ, ക്രൂശിതാ യേശുവേ, ക്രൂശിതാ യേശുവേ. ഫുൾ സോങ് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് ചേച്ചി, പക്ഷെ നമുക്ക് എങ്ങനെയാ ഫുള്ള് പാടാൻ പറ്റില്ലല്ലോ. എന്തായാലും ഭയങ്കര ഫീലാണ്. നല്ലൊരു പാട്ടാണ് ചേച്ചി. ഇപ്പോൾ റീസെൻ്റ്ലി റിലീസ് ചെയ്തത് ക്രിസ്മസ്. റീസെൻ്റ്ലി റിലീസ് ചെയ്ത വേറൊരു പാട്ടാണ് എൻ്റെ ഹസ്ബൻഡ് പാടി, ശരത്ത് പാടിയത്. ശരത്തേട്ടനെ ഇവിടെ ആർക്കും അറിയാത്തത്, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ശരത്തേട്ടൻ അത്ര ഫെമിലിയർ ആണ്. ഇവിടെ തന്നെയാണ് ശരത്ത്. അതെ അതെ അതെ. അപ്പോൾ ശരത്തേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാൻ പറഞ്ഞ ചേച്ചി ഏതായിരിക്കും പാടുന്നത്? ഒരുപാട് പാട്ടുകളുണ്ട്, എങ്കിലും ചേച്ചി പാടുന്നതല്ലേ ശരത്തേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു പാട്ട് പാടിയാലോ?
വളരെ നന്നായിട്ട് പാടി ചേച്ചി, സൂപ്പർ. അപ്പൊ ഇതാണ് ശരത്തേട്ടന് ഇഷ്ടമുള്ള പാട്ടല്ലേ? മോസ്റ്റ് കുറേ പാട്ടുകളിൽ ഒരു പാട്ട്. ഒരു പാട്ടാണ്, അതെ അതെ. അപ്പോൾ ഇവിടെ എവിടെയാണ് ചേച്ചി താമസിക്കുന്നത്? അൽഖൂസിൽ അൽക്കയിൽ ഗേറ്റ് ദുബായിൽ. ദുബായില്. വീട്ടില് ആരൊക്കെയുണ്ട്? ശരത്ത് അറിയാമല്ലോ, ശരത്ത് BMW വർക്ക് ചെയ്യുന്നു. പിന്നെ മോനുണ്ട്, മോൻ എമിറേറ്റ്സ് എംബിയുടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം മോളുണ്ട്, കാറ്റർപില്ലറിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മോൻ്റെ വൈഫുണ്ട്. മോളും സയൻറ്റിസ്റ്റാണ്, അവൾ ഒരിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് നാട്ടിലോട്ട് പോകുമ്പോൾ തിരിച്ച് വന്ന് വേറെ ജോയിൻ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ മോൾക്കും മോനും പാട്ടിനോട് അവരെല്ലാം ഈവൻ എന്നെക്കാട്ടി ഒരുപാട് എക്സ്ട്രോഡിനറി സിംഗേഴ്സാണ് അവർ. പക്ഷെ അവർക്ക് പാട്ട് അവർ ഓപ്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. നല്ല സിംഗേഴ്സാണ്. എന്തായാലും നല്ല സിംഗേഴ്സ് ആയിരിക്കുമല്ലോ ചേച്ചി. ശരത്തേട്ടൻ്റെയും ചേച്ചിയുടെയും കഴിവ് എന്തായാലും അവർക്ക് കിട്ടാണ്ടിരിക്കില്ല. ശരത്തേട്ടൻ്റെ വീട്ടിൽ ശരത്തേട്ടൻ്റെ അമ്മ അസാധ്യ ആർട്ടിസ്റ്റാണ്. അമ്മയുടെ ഒരു പാട്ടിപ്പോൾ ഇറങ്ങുന്നുണ്ട്. അമ്മ എഴുതുകയും ട്യൂൺ ചെയ്യുകയും, അമ്മയാണ് അവർക്ക് ബാലപാഠങ്ങളല്ലാതെ അവർ ഗുരുമുഖത്തു നിന്നൊന്നും പഠിച്ചതല്ല. അപ്പം അമ്മയുടെ ആ പാട്ട് കിട്ടി. ശരത്തിൻ്റെ ചേട്ടൻ ഒരു സംഗീതത്തിലൊരു വലിയ മഹാനാണ്, ചിൽപ്രകാശ് എന്ന് പറയും. പിന്നെ അനിയൻ ഡോക്ടർ ജയേഷ്, പുള്ളിയും വലിയ പാട്ടുകാരനാണ്. അനിയത്തി പാട്ട് എഴുതുന്ന ആളാണ്, ശ്രീജ. അമ്മ എഴുതിയതാണോ പാട്ട്? ഇപ്പം ശരത്തേട്ടൻ്റെ അമ്മ എഴുതി ട്യൂൺ ചെയ്ത പാട്ടിപ്പോൾ ഉടനെ ഇറങ്ങും. അത് റിലീസായിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് ഉടനെ അതിന് വേണ്ടിയിട്ട് കേൾക്കാം. ഓക്കെ. അപ്പോൾ ചേച്ചിക്ക് നമ്മുടെ സംഗീത ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരെയാണ്? പാട്ടുകാരിൽ ദാസാറ്, പിന്നെ SPB, ജയേട്ടൻ. നമ്മുടെ ഇന്ത്യയിലെ SPB ആണല്ലോ നമ്മുടെ ശരത്തേട്ടൻ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഞാൻ ഒത്തിരി ശരത്തേട്ടൻ്റെ പാട്ടുകൾ സ്റ്റേജ് പ്രോഗ്രാമിന് കേട്ടിട്ടുണ്ട്. ശരിക്കും ആ വോയിസും നമുക്ക് മനസ്സിലാവില്ല, ശരിക്കും ആ SPB സാറിൻ്റെ അതേ വോയിസ് തന്നെയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. പിന്നെ അതുപോലെ ചേച്ചിക്ക് നമ്മുടെ ഗായകരിൽ ഏറ്റവും അടുത്ത് ഇങ്ങനെ ആരെങ്കിലും കാണാനോ പരിചയപ്പെടാനോ അങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ടോ? മോസ്റ്റ് ഓഫ് എല്ലാവരെയും ഒരുമാതിരി അറിയാം. പിന്നെ ഏറ്റവും ബിജുവും, മധുബാലകൃഷ്ണൻ, ബിജു നാരായണൻ, പിന്നെ അങ്ങനെ M. ജയചന്ദ്രൻ, ശരത്, അവരൊക്കെ ആയിട്ട് ഒരു ബന്ധം ഉണ്ട്, ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ. അപ്പം അങ്ങനെയൊക്കെ. ജാനകി അമ്മയായിട്ട് കുറേ നാൾ അമ്മ ഫോണിലൂടെ എനിക്ക് പാട്ടുകൾ പറഞ്ഞു തരികയും അമ്മയുടെ ഒരു ഗൈഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അമ്മയായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല. അമ്മയുടെ മകൻ മരിച്ചിട്ട് അമ്മ ഇപ്പം ബാംഗ്ലൂരിലാണ്. ഇനി അമ്മ വീണ്ടും മീറ്റ് ചെയ്യണം. എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഒരിക്കൽ മാത്രം കണ്ടിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ലതിക ചേച്ചി, ഞാൻ ലതിക ചേച്ചിയുടെ, ജെൻസി ചേച്ചിയുടെയൊക്കെ വളരെ ഹാർഡ് കോർ ഫാൻസാണ്. അവരുടെയൊക്കെ ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ അവരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. അതൊക്കെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. ലതിക ചേച്ചിയും ഞാൻ എല്ലാ എൻ്റെ കാര്യങ്ങൾ അറിയിക്കുകയും, ചേച്ചി ഒരു തവണ ഞാൻ ദൂരദർശനിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ചേച്ചിയായിട്ട് അത്രയും അടുപ്പമുണ്ട്. അപ്പോൾ ജാനകി അമ്മയുടെ എന്തോ ഒരു പാട്ടുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ ചേച്ചിക്ക്, അതെന്താണ്? അതിനെക്കുറിച്ച് അത് രവീന്ദ്ര ശോഭയിൽ ശോഭന ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ശോഭന ചേച്ചിയുടെ ഒരു പ്രോഗ്രാമിൽ ചേച്ചി പറഞ്ഞിട്ടാണ് ആ പാട്ട് പാടുന്നത്. അപ്പോൾ ജാനകി അമ്മ തന്നെ അതെനിക്ക് ഫോണിൽ കൂടെ അത് എങ്ങനെ അത് പാടണം എന്നുള്ള ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അത് ഏത് പാട്ടാ ചേച്ചി? കേട്ടിട്ടൊന്ന് പാടിയാലോ? എന്താ ഇങ്ങനെ ജാനകി അമ്മയുടെ അതേ ഒരു ഇതിലിങ്ങനെ ഈ പാട്ട് ജാനകി അമ്മ
പറഞ്ഞു തന്നായിരുന്നു. പറഞ്ഞു തന്നായിരുന്നു എങ്ങനെ ആ വോയിസ് ചേഞ്ച് ഒരു ക്രാക്ക്. പക്ഷെ ഇപ്പം എനിക്കത് ഒരു അങ്ങോട്ട് ശരിയായിട്ട് വന്നില്ല. ഇത് ഒത്തിരി സ്റ്റേജസിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ ചേച്ചി, അത് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടിയ പാട്ടല്ലേ. ശോഭന ചേച്ചി ഒരു ഇന്റർവ്യൂലൊക്കെ എന്നെ മെൻഷൻ ചെയ്തിരുന്നു ഇതിന് വേണ്ടിയിട്ടാണ്. അതെ അതെ, അത് ചേച്ചി നല്ല കോൺഫിഡൻസ്, ചേച്ചി ഒക്കെ ഒരു ടെൻഷനുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക്. ശരിക്കും അതെ അതെ, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാനല്ലേ ഈ കൂടെ ഇരിക്കണേ, അപ്പൊ പിന്നെ ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. അപ്പോ ഇവിടെ ചേച്ചി വർക്ക് ചെയ്യണുണ്ടോ അതോ ഹൗസ് വൈഫ്? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. എത്ര വർഷമായി ചേച്ചി? ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവിടെ ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തത് 2021. നാട്ടിൽ എവിടെയാണ്? കൊല്ലം. ശരി. അപ്പോൾ പിന്നെ ചേച്ചിക്ക് ഇവിടെ സ്റ്റേജസിലൊക്കെ പാടുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ട് ഏതാണ്? ഇപ്പോൾ ശരിക്കും ആശാജിയുടെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെയൊക്കെ വിഷമത്തിലിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഫാനാണ് ആശാജിയുടെ. ഓക്കെ. അപ്പം ആശാജിയുടെ പാട്ടുകളൊക്കെ എല്ലാവരും പാടിക്കാറുണ്ട്, കുറേ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടിക്കാറുണ്ട്. അപ്പോൾ ആശാജിയുടെ ഒരു പാട്ട് പാടിയാലോ? गुजर न जाए दिन नहीं से तमन्ना में, बाहर बन के आओ कहीं तुम्हारी दुनिया में, गुजर न जाए दिन नहीं से तमन्ना में, तुम मेरे हो तुम मेरे हो, आज तुम इतना वादा करता जाना, चुरा लिया है तुमने जो दिल को, नजर नहीं चुराना सनम, बदल के मेरी तुम जिंदगानी, कहीं बदल ना जाना सनम, ले लिया दिल हाय मेरा दिल, हाय दिल लेकर मुझको ना बहलाना, चुरा लिया है तुमने जो दिल को, नजर नहीं चुराना सनम, बदल के मेरी तुम जिंदगानी, कहीं बदल ना जाना सनम। आहा ആശാജിയുടെ വോയിസും ചേച്ചിയുടെ വോയിസും നല്ലൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് സത്യം. ആ പാട്ടുകൾ കേൾക്കുകയും ആ പാട്ടുകൾ കൂടുതൽ മനസ്സിലോട്ട് എടുക്കുകയും ചെയ്യുന്നതുകൊണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും നല്ല 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 പാട്ടുകൾ നമുക്ക് പാടിത്തന്നിട്ടുള്ള ഒരു ഒത്തിരി പാട്ടുകളുള്ളതാ. വലിയൊരു നഷ്ടം തന്നെയാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും വെർസറ്റൈൽ സിംഗർ ആയിരുന്നു. അതെ അതെ, ജാനകിയമ്മയും ആശാരി അവരുടെ അതെ അതെ, ലതിക ചേച്ചിയും. അതെ, ലതിക ചേച്ചിയായിട്ട് ഭയങ്കര അടുപ്പമാണ്. എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ്, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പിന്നെ മാത്രമല്ല ചേച്ചിയുടെ പല പാട്ടുകളും നമ്മളാരും കേട്ടിട്ടില്ല. അത് ഞാൻ പേഴ്സണലി എനിക്ക് ചേച്ചി തന്ന കുറേ പാട്ടുകളുണ്ട്, ഞാൻ ഞെട്ടി. പലതും ജാനകിയമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ചേച്ചിയുടെ പേരിലും ജാനകിയമ്മയുടെ പേരിലും. പക്ഷെ ചേച്ചി എത്തേണ്ട ഒരു ഇതിലെത്തിയില്ലെങ്കിൽ ചേച്ചി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് ഒരു പ്രത്യേകത, ഭയങ്കര ഡൗൺ. ചേച്ചിയുടെ ആ ഹമ്മിങ്ങുകളാണല്ലോ വേറൊരു ലെവലാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ അത് ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ജെൻസി ചേച്ചി അവരുടെ പഴയ പാട്ടുകൾ, ഇളയരാജയുടെ പാട്ടുകളൊക്കെ ഭയങ്കര. ചേച്ചി ഒത്തിരി ഈ മെഡ്ലി ആയിട്ട് അങ്ങനെ സോങ്സ് ഒക്കെ പാടാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു മലയാളവും തമിഴായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാട്ട് പാടിത്തരാൻ പറ്റുമോ? ഓക്കെ. ഓക്കെ.
അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഈ ഒരു സനം. എൻ്റെ ഫേവററ്റ് സോങ്ങാണ്. അപ്പോൾ ഒത്തിരി പഴയ പാട്ടുകളൊക്കെ പാടിത്തന്നു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ജാനകിയമ്മയാണല്ലോ ചേച്ചിയുടെ ഏറ്റവും ഫേവററ്റ് ഗായിക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ജാനകിയമ്മയുടെ ഒരു പാട്ട് കൂടെ ഒന്ന് പാടിത്തരാമോ? ജാനകിയമ്മയും സുശീലാമ്മയും എല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടോ. ഞാൻ എന്നാലും ഞാൻ കുറച്ച് പാടാനായിട്ട് എടുക്കുന്നത് ജാനകിയമ്മയുടെ പാട്ടുകളാണ്. ജാനകിയമ്മ, സുശീലാമ്മ, ആശാജി, ചിത്രചേച്ചി എല്ലാവരെയും നമുക്ക് ആരാധനയോടെ തന്നെ കാണുന്നത്. ഓക്കെ. സൂപ്പർ 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 നന്നായിട്ട് പാടിയിച്ച്. അപ്പോൾ ഒത്തിരി സന്തോഷം ചേച്ചിയായിട്ട്. അല്ല, ഒത്തിരി സന്തോഷമുണ്ട് ചേച്ചിയായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ എൻ്റെ ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ചേച്ചിയെ പോലെ ഒരു ഗായികയെ പരിചയപ്പെടാൻ പറ്റുക, അല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് പ്രീതിയോടും ഷാജിയോടും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ക്യാമറ ഷൂട്ട് ചെയ്തവരോടൊക്കെ നന്ദി പറയുന്നു. ഓക്കെ. അപ്പോൾ ഇനിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരണം തീർച്ചയായിട്ടും. അപ്പോൾ ഇനി നല്ല നല്ല ഇതുപോലെയുള്ള പാട്ടുകളുമായിട്ട് നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും ഇച്ചിരൂടെ കോൺഫിഡൻസുമായിട്ട് വരും. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാലേ ചേച്ചി. ഇപ്പം നമുക്ക് അറിയാവുന്ന ബേസിക്കലി ഞാനൊരു നോൺ ട്രെയിൻഡ് സിംഗറാണ്. ഞാൻ പഠിച്ചിട്ടില്ല പാട്ട്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എവിടെയോ എനിക്ക് കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഗാനാമൃതം എന്ന് പറയുന്ന പ്രോഗ്രാം ഈ പ്രൊഫഷണൽ സിംഗേഴ്സിനെ വെച്ചിട്ടൊന്നും ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല. നമ്മൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് എന്തായാലും നമ്മുടെ ഉള്ളിലൊരു കഴിവുണ്ടല്ലോ പാടണമെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം മാത്രമാണിത്. അപ്പോൾ എന്തായാലും ഇതിൽ വന്നതിൽ ഒത്തിരി സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.